പാറു, നിന്നോട് ഞാൻ പറയുന്നേ എണീക്കാനേ. ഇല്ല, ഞാൻ എണീക്കത്തില്ല. രാവിലെ തന്നെ എന്നോട് വാങ്ങിക്കാൻ നിക്കല്ലോ. വേഗം വാ, എണീറ്റ് ചായ കുടിക്കാൻ നോക്ക്. തറയിൽ ഇങ്ങനെ കിടക്കല്ലേ. ഞാൻ എണീക്കൂല. അച്ഛൻ ഇന്ന് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് പറ്റിച്ച്. അച്ഛന് പണിക്ക് പോണ്ടേ? എന്നാലല്ലേ ബാഗും ബുക്കൊക്കെ വാങ്ങിക്കാൻ കഴിയൂ. ഇല്ല, അച്ഛൻ ഇന്നലെ എന്നെ കൊണ്ടുപോകുന്നു പറഞ്ഞതല്ലേ. അച്ഛന് ലീവ് കിട്ടാത്തോണ്ടല്ലേ. നാളെ എന്തായാലും സൺഡേ അല്ലേ, എന്തായാലും പോവും. അല്ലെങ്കിൽ ഇന്ന് അച്ഛൻ വന്നിട്ട് പോവാം. എനിക്ക് ഇപ്പൊ തന്നെ പോണം. നല്ല ബാഗും വാട്ടർ ബോട്ടിലും ഒക്കെ പോയിട്ടുണ്ടാവും ഇപ്പൊ. എവിടെ പോവാനേ? നിനക്ക് ഇഷ്ടപ്പെട്ടത് തന്നെ വാങ്ങിച്ചു തന്നാ പോരെ? എനിക്ക് ഇപ്പൊ പോണം. എല്ലാരും വാങ്ങി. അമ്മയുടെ പഞ്ചാര മോളല്ലേ, ചക്കര പൊന്നുവാവയല്ലേ. അല്ല ദേ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നിനക്ക് മാത്രമല്ലല്ലോ, നന്ദുനും ദേവനൊക്കെ വാങ്ങിക്കാനില്ലേ. അവര് നിന്നെ പോലെ കരയുന്നില്ലല്ലോ. ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം, വേഗം വന്ന് കഴിക്കാൻ നോക്ക്. കൃഷ്ണന്റെ കോൾ എടുക്കുന്നില്ലല്ലോ. കുറച്ചേരം കഴിയുമ്പോ ഇങ്ങോട്ട് വിളിച്ചോളൂ. നല്ല പുല്ലായിട്ടുണ്ടല്ലോ. ദേവു, ദേവു. എന്താ നന്ദുടെ? ആ, എനിക്കൊന്നും അറിയില്ല, കളിക്കാൻ പോയതാ തോന്നുന്നു. വന്ന് അമ്മയുടെ കൂടെ പുല്ല് പറിക്കാൻ കൂടിത്താ. ആ, എനിക്കൊന്നും വയ്യ, ഞാൻ തുമ്പിയുടെ അടുത്ത് പോവാം. 24 മണിക്കൂർ കളി തന്നെ. ആ, ഇനിയിപ്പോ സ്കൂൾ ഇറക്കാനേ 2 ദിവസം ഉള്ളൂ. ഇനി കളിയൊക്കെ നിന്നോളും. എനിക്ക് 100 കൂട്ടം പണിയുണ്ട്, ഒന്ന് കൂടിത്താ. അമ്മേ, അമ്മ പാറൂസിനോട് പറ. ആ, ബെസ്റ്റ്. വലുതിനോട് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, എന്നിട്ട് അവളോട്. അത് പിന്നെ അവളിവിടെ വെറുതെ നിൽക്കല്ലേ. അവളിപ്പോ വന്നത് തന്നെ. അവളവിടെ തെറ്റിക്കിടക്കുക, ചായ പോലും കുടിച്ചില്ല. അതെന്താ നിനക്കറിയില്ലേ? അച്ഛൻ ഇന്ന് എല്ലാരും കൊണ്ട് ബാഗും ബുക്കൊക്കെ വാങ്ങിക്കാൻ പോവാന്ന് പറഞ്ഞതല്ലേ. ആ, ബെസ്റ്റ്. അച്ഛന്റെ കാര്യത്തിലൊരു തീരുമാനമായി. നാളെ വാങ്ങിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് അവള് കൂട്ടാക്കുന്നേ ഇല്ല. എങ്ങനെ കൂട്ടാക്കും? അമ്മയുടെ മോളല്ലേ. എന്ത്? ഒന്നുമില്ല. അല്ല, എന്താ അമ്മയും മോളും കൂടെ ഇവിടെ നിൽക്കുന്നേ? ആ, സേനയോ? എന്ത് പറയാനാടി, ഞാൻ പുല്ല് പറിക്കാൻ ഇറങ്ങിയതാ. സേനത്താ, നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ പോവാ. ദേവു, ഞാൻ പോയി. നീ ഇങ്ങോട്ട് വാ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അവളെ പുല്ല് പറിക്കാൻ ഏൽപ്പിച്ചതാ. എന്ത് പറയാനാ സേന, ഒക്കെ കണക്കാ. ഇതന്നെ അവിടുത്തെയും സ്ഥിതി. അല്ല, പിള്ളേർക്ക് ബാഗും ബുക്കൊക്കെ വാങ്ങിച്ചോ? ഇല്ല, ഇന്ന് പണി കഴിഞ്ഞ് കൃഷ്ണേട്ടൻ വന്നിട്ട് നേരെ ഉണ്ടെങ്കിൽ പോണം, അല്ലെങ്കിൽ നാളെ പോവാം. നീ വാങ്ങിച്ചില്ലേ? ഫാറൂസ് പറഞ്ഞ് ഉസ്മാനും പാത്തൂനൊക്കെ വാങ്ങി തരണം. അവിടുന്ന് കരയുന്നുണ്ട്. ഇതിനബ്ബേ, പണിയായോ? പാത്തു വന്ന് പറഞ്ഞതാണോ? ആയിരിക്കും. അതൊന്നും കുഴപ്പമില്ലടി. ഇനിയിപ്പോ പാത്തു പറഞ്ഞില്ലെങ്കിലും അവൾ ഇന്ന് കരയും. കാരണം ഇന്നലെ കൃഷ്ണേട്ടൻ പറഞ്ഞതാ ഇന്ന് പോവാന്ന്. ഇന്ന് ലീവ് കിട്ടുമെന്ന് കരുതിയിരുന്നേ, പക്ഷെ ഇന്ന് കിട്ടിയില്ല. ഇനിയിപ്പോ സൺഡേ പോവാന്ന് കരുതി. ആ, ഇനിയിപ്പോ നാളത്തെ ഒരു ദിവസം കൂടെ അല്ലേ ഉള്ളൂ. അതെ, നോക്കട്ടെ. കഴിഞ്ഞ ഇന്ന് തന്നെ പോണം. കൃഷ്ണേട്ടൻ വരുമ്പോഴേക്കെന്നെ 7 മണിയാവും. പിന്നെ അവിടെ എത്തി അവർക്ക് എല്ലാവർക്കും വാങ്ങണ്ടേ. 3 പേർക്കും വാങ്ങി വരുമ്പോഴേക്കും നേരം കണക്കാ. നാളെ പോവാൻ നല്ല തോന്നാ. 10 ഷോപ്പിൽ കയറേണ്ടി വരും. പാറച്ചിനാണെങ്കിൽ ഒന്നും അങ്ങോട്ട് പറ്റത്തില്ല. അവിടെ ഉണ്ടല്ലോ 2 എണ്ണം. ഞാൻ രാവിലെ ഇറങ്ങിയതായിരുന്നു, എന്നിട്ട് വീട്ടിലെത്തിയപ്പോ 4:30 5 മണിയായി. രണ്ടിനും കൂട്ടി എത്ര ഷോപ്പിൽ കയറി ഇറങ്ങി ഞാന്. നാളത്തെ എന്റെ അവസ്ഥ എന്താവോ എന്തോ. എന്നാ ശരി സീതേ, നീ ഇവിടെ നിൽക്കുന്ന കണ്ടപ്പോ ഇങ്ങനെ ഇറങ്ങിയതാ. ആ, ഞാൻ കുറച്ച് പുല്ലല്ലേ ഒന്ന് പറിക്കാൻ ഇറങ്ങിയതായിരുന്നേ. എന്നാ ശരി കേട്ടോ, നിന്റെ പണി നടക്കട്ടെ. ആ, ശരി സേന. എന്തോരം പുല്ല. ഇപ്പൊ അടുത്ത് ഇവിടെ ക്ലീൻ ചെയ്തതേ ഉള്ളൂ. ദൈവം ഇങ്ങോട്ട് വരട്ടെ, അവർക്ക് ഞാൻ വെച്ചിട്ടുണ്ട്.